അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. മുത്തുനബി തന്നെ അവിടുത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങള് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വല്ലാ അലയ്യ വാഹിദ من صلى علي واحدة صلى الله عليه عشرا. മുത്തുനബി അവിടുന്ന് പറയാണ്, ആരെങ്കിലും എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സ്വല്ലാ അലയ്യ വാഹിദത്തൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, അല്ലാഹു അവനിക്ക് 10 ഗുണം ചെയ്യുന്നതാണ്. അവന്റെ 10 ഗുണം, 10 പദവി അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ, അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നാം ശ്രമിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതുഹു, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാതെ കിടന്നുറങ്ങല്ല. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണണോ, സ്വലാത്ത് അധികരിപ്പിച്ചോ. സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകടക്കണോ. അതാ ബഹുമാനപ്പെട്ട തഅവ ഉസ്താദ് പറയുന്നു, നബി ഹളറത്തിലൊരു ദിവസമേൽ ജിബ്രീലോ മീകാല് ഇസ്രാഫീല് അസ്റായീലോ വന്നിട്ടുടൻ ജിബ്രീല് താൻ പറയുന്നതാ, എന്നും സ്വലാത്തൊരു 10 ഓതുന്നതായി, എന്നാൽ അവൻ കൈ ഞാൻ പിടിച്ചു നടക്കുമേ, അതിവേഗമില് പാലം സിറാത്ത് കടക്കുമേ.